പോലീസ് തന്നെയല്ല, പോലീസാണെങ്കിലും സിവിലിയനാണെങ്കിലും. ഈ മനോഹരമായ വീഡിയോ നിങ്ങളിൽ പലരും കണ്ടു കാണും. കാണാത്തവർ കാണട്ടെ. ഇത് തൃശ്ശൂരിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ്. കഴിഞ്ഞ ദിവസം ഒരു ആംബുലൻസ് ഡ്രൈവർ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണെന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തൃശ്ശൂരിൽ ഡ്യൂട്ടി ചെയ്യുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥ ഒരു ആംബുലൻസിന് വഴിയൊരുക്കുന്ന കാഴ്ചയാണ്. ഇതുപോലെ പല വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതേറെ കൗതുകകരമായി തോന്നിയത് ഇവർ നന്നായിട്ട് ഓടി മുന്നിൽ കയറി വണ്ടികളെ മാറ്റുന്നുണ്ട്. പലപ്പോഴും പിങ്ക് പോലീസിനെ ട്രോളുന്നത് നമ്മൾ പല വീഡിയോയിലും പോസ്റ്റുകളും കണ്ടിട്ടുണ്ട്. അപർണ എന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥ പറയുന്നത് നമുക്ക് കേൾക്കാം. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു, പിങ്കിന്റെ വണ്ടിയിലായിരുന്നു. അപ്പോ ഒരു ആംബുലൻസിന്റെ സഹായത്തിന് കേൾക്കുന്നുണ്ട്. അപ്പൊ നോക്കിയപ്പോ ഞങ്ങളുടെ ബാക്കിലായിട്ട് ഒരു ആംബുലൻസ് വരുന്നുണ്ടായിരുന്നു. നല്ല ബ്ലോക്കാ. നമുക്ക് യൂണിഫോം ഇട്ടാലും ശരി, ഇല്ലെങ്കിലും ശരി, ഇരിപ്പുറക്കില്ല ഒരു പോലീസുകാരനോ പോലീസായിരിക്കും. അപ്പൊ ഞാൻ ഒന്നും നോക്കിയില്ല, ഇറങ്ങി. നല്ല സഹകരണമായിരുന്നു. പിന്നെ യാത്രക്കാരൊക്കെ പെട്ടെന്ന് നമ്മൾ പറയുമ്പോ തന്നെ അവര് ഒതുക്കാൻ സ്ഥലം വേണ്ടേ, ഉള്ള പരിമിതിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് അവര് വണ്ടി ഒതുക്കി ആംബുലൻസ് കടത്തി വിടാനായിട്ട് പറ്റി. അതില് ആംബുലൻസിലെ ആളുകൾ നിന്ന് തന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അത് മെഡി ഹബ്ബിന് വേറെ ഒരു ആംബുലൻസിന്റെ സർവീസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അവരാണ് അതിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് വീഡിയോ എടുത്തൊരു, അവരാണ് ഒരു സോഷ്യൽ മീഡിയയിൽ. നമുക്ക് ഒരുപാട് തിരക്കുണ്ടാവും, മനുഷ്യൻ തിരക്ക് പിടിച്ചോടിക്കൊണ്ടിരിക്കുന്ന സമയമല്ലേ. പക്ഷെ അതിലും വിലപ്പെട്ടതാണ് അതിനുള്ളിൽ കിടക്കുന്ന ജീവനത് ആരാന്ന് എനിക്ക് അറിയില്ല, ആരാണ് എന്നൊന്നും അറിയില്ല. അപ്പൊ നമ്മൾ ആ ജീവന് വില നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആരെങ്കിലും ആയിരിക്കണം അതിന്റെ ഉള്ളിൽ ചിന്ത നമുക്ക്. അത് പോലീസ് തന്നെയല്ല, പോലീസാണെങ്കിലും സിവിലിയനാണെങ്കിലും. ഇതേ ഉദ്യോഗസ്ഥയെ കുറിച്ച് തന്നെയാണെന്ന് തോന്നുന്നു ഞാൻ വായിച്ചത്. കയ്യിലെ വളയൂരി ചികിത്സിക്കാൻ കൊടുത്തതും തലമുടി മുറിച്ച് ക്യാൻസർ പേഷ്യന്റിന് കൊടുത്തതൊക്കെ. എന്തായാലും ഈ ഉദ്യോഗസ്ഥയ്ക്ക് ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നതോടൊപ്പം തന്നെ ഇതുപോലെ തന്നെ ആംബുലൻസ് വഴിയൊരുക്കിയ മറ്റൊരു സഹോദരനെ കൂടി ഇതിനകത്ത് കാണിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ചിലരെങ്കിലും കമന്റ് ചെയ്ത് കണ്ടു പല വീഡിയോകളിൽ സ്ത്രീകൾ ചെയ്യുന്നത് മാത്രം മഹത്വവൽക്കരിക്കുന്നു. എന്നാൽ അങ്ങനെയല്ല, നല്ലത് നമ്മൾ ആര് ചെയ്താലും അംഗീകരിക്കണം, അഭിനന്ദിക്കണം. ഇതും തൃശ്ശൂരിൽ നിന്നുള്ള ഒരു കാഴ്ചയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പേരോ കാര്യങ്ങളോ ഒന്നും നമുക്കറിയില്ല. എങ്കിലും ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തെ പോലെ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്ന എല്ലാവരെയും നമുക്ക് അഭിനന്ദിക്കാം. നന്ദി.